നമുക്കറിയാം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വെബ്3 കാലഘട്ടത്തിലാണ്. നിലവിൽ ഇന്ന് പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്ത് അതിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് പ്രോജക്റ്റ് ടെസ്റ്റ്. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് റൺ ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. നമുക്കിവിടെ ഈ സ്ക്രീൻ കാണുന്ന പ്രോജക്റ്റുകളെല്ലാം മാർക്കറ്റിൽ ലൈവായി റൺ ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചു. ഈ ഒരു ടോക്കൺ ലോഞ്ച് ചെയ്തത് ക്രിസ് ഗെയിൽ സ്വന്തമായിട്ട് ഒരു ക്രിക്കറ്റ് ടീം ഉള്ള ഒരു പ്രോജക്റ്റ് കൂടിയാണ് ടെസ്വേഴ്സ്. ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഡെയിലി 0.7 to 1.2 ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ 10% സ്പോട്ടിൽ നമുക്ക് വരുമാനമായി ബൈനറി മാച്ചിങ്ങിനനുസരിച്ചാണ് ഇവിടെ നമുക്ക് അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് കമ്പനി തരുന്നത്. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ പ്രസൻസ് കാണിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റാണ് പ്രോജക്റ്റ് ടെസ്റ്റ്. ഹായ് ഓൾ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ്. ഇപ്പോൾ നമുക്കറിയാം ടെക്നോളജി വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു കാലഘട്ടത്തിലും നമ്മൾ ആ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്യുമ്പോഴാണ് നമുക്ക് വലിയ രൂപത്തിൽ മാറ്റങ്ങൾ വരുന്നത്. നമുക്കറിയാം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വെബ്3 കാലഘട്ടത്തിലാണ്. ഒരുപാട് കമ്പനികൾ അവരുടെ എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ക്രിപ്റ്റോ മേഖലയിൽ ഒരു എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യും. അതിന്റെ യൂട്ടിലിറ്റി ടോക്കണായിട്ട് ടെസ് എന്ന് പറഞ്ഞ ഒരു ടോക്കൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തിട്ടുള്ള കമ്പനിയാണ് പ്രോജക്റ്റ് ടെസ്. ഞാനിവിടെ കാണിക്കുന്നത് ഈ സ്ക്രീനിൽ നിങ്ങൾ കാണാൻ സാധിക്കുന്നത് അതിന്റെ എക്കോസിസ്റ്റംസ് ആണ്. AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഗെയിമിംഗ്, മെറ്റാവേഴ്സ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, പേയ്മെന്റ്സ്, ഫിനാൻസ്, ഇങ്ങനെ തുടങ്ങി നിരവധി മേഖലകളിൽ അവരവരുടെ എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിരവധി പ്രോജക്റ്റുകൾ അതുമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ പലതരത്തിലുള്ള ക്രിപ്റ്റോ പ്രോജക്റ്റുകൾ കേൾക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ അതുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യാൻ നമുക്ക് പറ്റുന്ന ഒരു പ്രോജക്റ്റ് അല്ല. പല ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളും നമ്മൾ കേട്ടിട്ടുണ്ടാവും. കാരണം മറ്റൊന്നുമല്ല, പല കൺസെപ്റ്റുകളും നമ്മളോട് പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യും എന്ന് പറയുകയല്ല, അതൊന്നും മാർക്കറ്റിൽ പ്രോജക്റ്റുകളായിട്ട് വരാറില്ല. പക്ഷേ നിലവിൽ ഇന്ന് പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്ത് അതിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് പ്രോജക്റ്റ് ടെസ്. നമുക്കറിയാം, തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ബാക്കപ്പ്, ഒരു ബാക്ക് ബോൺ നമുക്ക് വേണം. ഈ ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏതാണ്? ഈ ഒരു കമ്പനി ലീഡ് ചെയ്യുന്ന ആളുകൾ, അതിൻ്റെ മാനേജ്മെൻ്റാണ് ഈ ഒരു സ്ലൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ CEO, ഫൗണ്ടർ ആൻഡ് CEO അബൂബക്കർ സിദ്ദീഖ് എന്ന് പറഞ്ഞ UAE സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു മലയാളിയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ടെക്നിക്കൽ ഹെഡ് രഞ്ജിത്ത് കെ റോബോട്ട്, വളരെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയും അതോടൊപ്പം തന്നെ ഒരുപാട് ഗെയിമിംഗ് പ്രോജക്റ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള വ്യക്തി. ദെൻ അടുത്തത് ഡോക്ടർ കെവിൻ ടി പുളിക്കൽ, അദ്ദേഹമാണ് ഇതിൻ്റെ മാർക്കറ്റിംഗ് ഹെഡ്. ഇന്ന് ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് റൺ ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് 1.5 ഇയേഴ്സിനുള്ളിൽ തന്നെ നമുക്കിവിടെ ഈ സ്ക്രീൻ കാണുന്ന പ്രോജക്റ്റുകളെല്ലാം മാർക്കറ്റിൽ ലൈവായി റൺ ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചു. ഗെയിംസ് ഹബ്ബ് വരുന്നുണ്ട്. ഇത് 4ഓളം ഗെയിമുകൾ കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു AI സെർച്ച് എഞ്ചിനാണ് ടെസ്റ്റ് ചാറ്റ്. നമ്മുടെ ChatGPT പോലെ തന്നെ ഉള്ള ഒരു സെർച്ച് എഞ്ചിനാണ്. അടുത്ത പ്രോജക്റ്റ് ടെസ്റ്റ് ചാറ്റ്ബോട്ടാണ്. ദെൻ ടെസ്റ്റ് ടോക്കൺ നമ്മുടെ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് വരുന്നു. ദെൻ എയ്ത്ര, ഫോക്സ് വാൾട്ട്, ടെസ്റ്റ് സ്പോർട്സ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ഇത്രയും പ്രോജക്റ്റുകളാണ് കമ്പനി ലൈവായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുമ്പ് നമ്മൾ ഈ ഒരു എക്കോ സിസ്റ്റത്തിന് യൂസ് ചെയ്യുന്ന ഇത്രയും പ്രോജക്റ്റുകൾ റൺ ചെയ്യുന്ന ഈ എക്കോ സിസ്റ്റത്തിന്റെ യൂട്ടിലിറ്റി ടോക്കണായിട്ട് കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ടെസ്റ്റ് ടോക്കണാണ്. ഇവിടെ നമുക്കൊക്കെ ഒരു പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ ഒരു ടോക്കൺ ലോഞ്ച് ചെയ്തത് ക്രിസ് ഗെയിൽ എന്നുള്ള, നമുക്കറിയാം ലോകത്ത് എല്ലാവരും തന്നെ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയാണ്. കോയിൻ സ്റ്റോർ എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചിൽ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. ക്രിസ് ഗെയിലിനെ പോലുള്ള ഒരു വ്യക്തിയെ കൊണ്ട് ഇത് ലോഞ്ച് ചെയ്യാൻ സാധിച്ചത് മറ്റൊന്നും കൊണ്ടുമല്ല, കമ്പനിയെ സംബന്ധിച്ച് സ്വന്തമായിട്ട് ഒരു ക്രിക്കറ്റ് ടീം ഉള്ള ഒരു പ്രോജക്റ്റ് കൂടിയാണ് ടെസ്വേഴ്സ്. ഇവിടെ നമുക്ക് ആ ടീമിന്റെ ക്യാപ്റ്റൻ വരുന്നത് ഡ്യൂപ്ലസി ആണ്. അതോടൊപ്പം തന്നെ ഗിബ്സ് ആണ് ഇതിന്റെ കോച്ചായിട്ട് വരുന്നത്. ക്രിസ് ഗെയിൽ നമ്മളെ ഈ ഒരു ടീമുമായിട്ട് ഇപ്പോൾ പാർട്ണർഷിപ്പിൽ വന്നിട്ടുണ്ട്. പല ആളുകളെ സംബന്ധിച്ചും ഒരു ഡൗട്ട് ഉണ്ടാവും, ഒരു ക്രിപ്റ്റോ പ്രോജക്റ്റിൽ എന്താണ് സ്പോർട്സിനുള്ള ഇമ്പോർട്ടൻസ് എന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇതൊരു ക്രിപ്റ്റോ കറൻസിയും ഗ്ലോബലി അറിയപ്പെടണമെങ്കിൽ അതിന് ബാക്ക് എൻഡിൽ കൃത്യമായിട്ടുള്ള പ്രോജക്റ്റുകൾ വേണം. അതോടൊപ്പം തന്നെ അത് പ്രൊമോട്ട് ചെയ്യാനുള്ള ആളുകളും വേണം. ഇവിടെ നമ്മളെ കമ്പനിയെ സംബന്ധിച്ച് അത് കൃത്യമായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടാനാണ് നമ്മുടെ ക്രിക്കറ്റ് ടീം. ഇവിടെ നിങ്ങൾക്ക് കാണാം, അവിടെ ഗ്ലോബൽ ബ്രാൻഡിംഗ് റെക്കഗ്നൈസേഷൻ, അതോടൊപ്പം തന്നെ മാർക്കറ്റിംഗ് റീച്ച്, കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്, ക്രെഡിബിലിറ്റി ബൂസ്റ്റ് ആൻഡ് ബ്രാൻഡ് അവയർനെസ്, ഇത്രയും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ഒരു ക്രിക്കറ്റ് ടീം എന്നുള്ളതുകൊണ്ടാണ്. കാരണം നമുക്കറിയുന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും കൂടുതൽ എന്റർടൈൻമെന്റ് കണ്ടെത്തുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് സ്പോർട്സ് ആണ്. അപ്പോൾ അതിൽ കൂടി നമുക്കൊരു ടീമുണ്ട്. ഏകദേശം ഈ ഒരു നിങ്ങൾ ChatGPT ഒക്കെ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കിയാൽ
ലീച്ച് റിലയൻസ് നമ്മുടെ ക്രിക്കറ്റ് ടീം ആര് ഓൺ ചെയ്യുന്നു, അതിന്റെ വാല്യുവേഷൻ എത്രയാണെന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് അങ്ങ് മനസ്സിലാക്കും. 108 കോടി രൂപ വാല്യുവേഷനിൽ വന്നിട്ടുള്ള ഒരു ടീമാണ്. ഇനി നെക്സ്റ്റ് നമ്മുടെ ബാക്കിയുള്ള പ്രോജക്റ്റുകളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഞാൻ പറഞ്ഞു ഗെയിംസ് ഹബ്ബ് ഇന്ന് 4 ഗെയിംസ് ആണ് കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമുക്കത് അവൈലബിൾ ആണ്. ട്രസ്റ്റ് വാലറ്റിലൂടെ നമുക്ക് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ അത് പ്ലേ ചെയ്യാൻ പറ്റും. ടസ് ഷൂട്ടർ ഗെയിം, ടസ് ക്രഷ്, ഇന്ന് ലോകത്ത് ആദ്യമായി ക്രിപ്റ്റോ കറൻസിയുടെ സിമ്പിൾസ് ഉപയോഗിച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടസ് ആർച്ചറി ആൻഡ് പെപ്പെ കുബേര ഹാംസ്റ്റർ കോമ്പാക്ട് പോലെ ഒരു ടാപ്പിംഗ് ഗെയിമാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ടസ് ചാറ്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ചാറ്റ് GPT പോലെ നമുക്കൊരു AI സെർച്ച് എഞ്ചിൻ. ഇതിന്റെ പ്രത്യേകത നമുക്ക് ഫസ്റ്റ് ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു AI സെർച്ച് എഞ്ചിനാണ് ടസ് ചാറ്റ്. അതുപോലെ തന്നെ ജാക്ക്പോട്ട് മറ്റു ലോട്ടറികളെയൊക്കെ അപേക്ഷിച്ച് വളരെ ചെറിയ പെർസെൻറ്റേജ് ആയിരിക്കും അവിടെയൊക്കെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ എങ്കിൽ ഈ ജാക്ക്പോട്ട് വളരെ ട്രാൻസ്പെറന്റ് ആണ്. $5 നമ്മുടെ കയ്യിലുണ്ട്, അതല്ലെങ്കിൽ $1 ജാക്ക്പോട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു എമൗണ്ട്, എത്ര ടോട്ടൽ എമൗണ്ട് കളക്ട് ചെയ്യപ്പെട്ടു, എത്ര ആളുകൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, അതിനനുസരിച്ചാണ് ഇവിടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. വളരെ ട്രാൻസ്പെറന്റ് ആണ്. അതിന്റെ 70% പ്രൈസ് ആളുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഇതിന്റെ രാജ്യങ്ങളുടെയോ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെയോ ഒന്നും ബൗണ്ടറി ഇല്ലാതെ ലോകത്ത് ട്രസ്റ്റ് വാലറ്റ് യൂസ് ചെയ്യുന്ന ആർക്കും ഇതിൽ പങ്കെടുക്കാൻ പറ്റുന്നത്. അത് വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നു. സ്പോർട്സിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ മാർക്കറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ എയ്ത്ര എന്ന് പറഞ്ഞത് ടസ്വേഴ്സ് എന്നുള്ള ഒരു എക്കോസിസ്റ്റം, ഒരു വെർച്വൽ വേൾഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വെർച്വൽ യൂണിവേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഫസ്റ്റ് പ്ലാനറ്റ് നമ്മൾ ലോഞ്ച് ചെയ്തു. അതിന്റെ പേര് എയ്ത്ര എന്നാണ്. എർത്തിന്റെ ഒരു റെപ്ലിക്കയാണ്. നമുക്കതിൽ റിയൽ എസ്റ്റേറ്റ്, നമുക്ക് സാധാരണ സ്ഥലം വാങ്ങിക്കുന്ന പോലെ നമുക്ക് ആ റിയൽ എസ്റ്റേറ്റിൽ സ്ഥലങ്ങൾ വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കറിയാം നമ്മുടെ പണത്തിന് ഈക്വലന്റ് ആണ് ക്രിപ്റ്റോ കറൻസി. അതുപോലെ തന്നെ നമ്മുടെ വാല്യുബിൾ അസറ്റിന് ഈക്വലന്റ് ആണ് ഡിജിറ്റലി NFTs വരുന്നത് ബ്ലോക്ക് ചെയിനിൽ. ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ സ്ഥലത്തിന് ഈക്വലന്റ് ആണ് വെർച്വലി നമ്മൾ റിയൽ എസ്റ്റേറ്റ് സംവിധാനങ്ങൾ. നമുക്ക് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനും ആ കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മുടെ പ്രോജക്റ്റിനെ കുറിച്ച് അവയർനെസ് കൊടുക്കാനും അതുപോലെ തന്നെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് എത്തിക്കാനും ഒക്കെ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് കൂടി ഇതിന്റെ കൂടെ നടക്കുന്നുണ്ട്. ഇനി അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ എങ്ങനെയാണ് നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ ഒരു പാർട്ട്ണറായിട്ട് മാറാൻ സാധിക്കുക? ഏതെങ്കിലും ഒരു വാലറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വാലറ്റിൽ നമ്മുടെ ഒരു സ്പോൺസറുടെ ലിങ്കോട് കൂടി നമുക്കൊരു ID രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ID രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഒരു പാർട്ണറായിട്ട് മാറി. അവിടെ നമുക്ക് $100 മിനിമം തൊട്ട് മുകളിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. $100 എന്ന് നമുക്ക് പറയാൻ പറ്റും 10,000 രൂപ തൊട്ട് നമുക്ക് മുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഡെയിലി 0.7 to 1.2 ഡെയിലി ROI റിവാർഡായിട്ട് ലഭിക്കുന്നില്ല. അപ്പോൾ $1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തൊരു വ്യക്തിക്ക് ഡെയിലി $700 കമ്പനി ഇൻകം ആയിട്ട് കൊടുക്കുന്നു. ഇത് സാറ്റർഡേ സൺഡേസിൽ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ID നമുക്കത് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വെറും $2 നമുക്ക് വിഡ്രോവലിന് മിനിമം വേണ്ടത്. ആ $2 മുകളിലുണ്ടെങ്കിൽ നമുക്കത് വിഡ്രോ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇവിടെ 2 രൂപത്തിൽ നമുക്ക് ഈ ഒരു പ്രോജക്റ്റിന്റെ പാർട്ണറായിട്ട് മാറാം. ഒന്ന്, നമുക്ക് ഒരു ഇൻവെസ്റ്ററായിട്ട് കടന്നു വരാം. ഇൻവെസ്റ്റർ ആയി വരുന്ന ആളുകൾക്ക് ഇത് പ്രൊമോട്ട് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ബെനിഫിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ ഡബിൾ എമൗണ്ട് നമുക്ക് ROI ആയിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതായത് അത് 0.7 to 1.2% വെച്ച് നമുക്ക് എന്നാണോ നമ്മുടെ ക്യാപിറ്റൽ ഡബിൾ ആവുന്നത് അതുവരെ നമുക്ക് ഇൻകം ലഭിക്കുന്നു. അതായത് $1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് വരുന്ന ഒരാൾക്ക് $2 ലക്ഷം വരെ നമുക്ക് ഇൻകം ലഭിക്കുന്നു. ഇത് നമ്മൾ ഏകദേശം ഒരു മന്ത്ലി കാൽക്കുലേറ്റ് ചെയ്ത് ഒരു 14 മാസം കൊണ്ട് നമ്മുടെ ഇൻകം 2x ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഇനി ഇത് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക്, പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് ഇത് 4x ഇൻകത്തിലേക്ക് മാറുന്നു. ഇവിടെ നമുക്ക് $1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് വരുന്ന ഒരാൾക്ക് $4 ലക്ഷം വരെ വരുമാനം ഇതിലൂടെ ടീം ഇൻകത്തിലൂടെയും കമ്പനി നമുക്ക് തരുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ടോപ്പപ്പ് ചെയ്യാം. നമുക്ക് $1 ലക്ഷം വാങ്ങിച്ച് 2 ലക്ഷത്തിൽ എൻഡ് ചെയ്യേണ്ട, അതിനുശേഷം വീണ്ടും നമുക്ക് ടോപ്പപ്പ് ചെയ്യാം. ഇതിനൊക്കെയുള്ള അവസരം കമ്പനി നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി എന്തൊക്കെ ഇൻകങ്ങളാണ് നമ്മൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഏതൊക്കെ പ്ലാനിലാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് മിനിമം ഞാൻ പറഞ്ഞു $100 ആണ്, പിന്നീട് $200, $500, $1000 അതുപോലെ ഇങ്ങനെ പോയി നമുക്ക് വേണമെങ്കിൽ $10,000 അതിന് മുകളിലേക്കൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമ്മളത് ഇൻവെസ്റ്റ് ചെയ്തു. ഇനി അത് നമ്മൾ പ്രൊമോട്ട് ചെയ്താൽ എന്താണ് നമ്മളെ ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ചാർട്ടിലൂടെ കാണാം. L1 എന്ന് മാർക്ക് ചെയ്യുന്നത് നമ്മൾ ഡയറക്റ്റ് റെഫർ ചെയ്യുന്ന ആളുകളാണ്. ഈ ബിസിനസ്സിലേക്ക് നമ്മുടെ ലിങ്ക് വഴി നമുക്ക് എത്ര പേരെ വേണമെങ്കിലും നമുക്ക് ഡയറക്റ്റ്
ഇൻവൈറ്റ് ചെയ്യാം. നമുക്ക് കമ്പനി തരുന്ന രണ്ട് ലിങ്ക് ആയിരിക്കും. ഒന്ന് ലെഫ്റ്റും റൈറ്റും ലിങ്ക് ഉണ്ടാവും. ഇതിലൂടെ നമുക്ക് എത്ര പേരെ വേണമെങ്കിലും ഡയറക്റ്റ് ഇൻവൈറ്റ് ചെയ്യാം. ആ ഡയറക്റ്റ് ഇൻവൈറ്റ് ചെയ്യുന്ന വ്യക്തികളെയാണ് നമ്മൾ L1 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു 10 പേരെ ഡയറക്റ്റ് ഇൻവൈറ്റ് ചെയ്തു, അല്ല 5 പേരെ ഡയറക്റ്റ് ഇൻവൈറ്റ് ചെയ്താൽ നമ്മുടെ ഡയറക്റ്റ് റെഫറൽ 5 ആയിരിക്കും. 10 പേരെ ഇൻവൈറ്റ് ചെയ്താൽ 10 ആയിരിക്കും. അപ്പോൾ അങ്ങനെ അവരിൽ നിന്ന് നമുക്ക് എന്താണ് ബെനിഫിറ്റ് ചോദിച്ചാൽ, അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ 10% സ്പോട്ടിൽ നമുക്ക് വരുമാനമായിട്ട് ലഭിക്കുന്നുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സുഹൃത്ത് നമ്മുടെ ലിങ്ക് വഴി ഒരു 100 USDT ഇൻവെസ്റ്റ് ചെയ്താൽ 10 USDT നമുക്ക് ഇൻകമായിട്ട് ലഭിക്കുന്നു. ഒരു വ്യക്തി ഒരു 1000 USDT ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് 100 USDT ഡയറക്റ്റ് ഇൻകമായിട്ട് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഡയറക്റ്റ് റെഫറലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് മാത്രമല്ല, അവർക്ക് ഡെയിലി കിട്ടുന്ന വരുമാനത്തിൻ്റെ 15% കൂടി നമുക്ക് കമ്മീഷനായിട്ട് ലഭിക്കുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തൊരു വ്യക്തി, അയാൾക്ക് ഡെയിലി 700 രൂപയാണ് ഏറ്റവും മിനിമം കിട്ടുന്നത്. ആ 700 രൂപയുടെ 15% എന്ന് പറഞ്ഞാൽ 105 രൂപ നമുക്ക് ഡെയിലി ഇൻകമായിട്ടും കമ്പനി നമുക്ക് തരുന്നു. ഇങ്ങനെ നിരവധി ആളുകൾ L1 ലെവലിൽ വരുമ്പോൾ നമുക്കൊരു ഹ്യൂജ് ഇൻകത്തിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും. ഇവിടെ L2 എന്ന് പറഞ്ഞത് അവരിലൂടെ വരുന്ന ഡയറക്റ്റ് റെഫറൽസ് ആണ്. അവരിലൂടെ വരുന്ന റെഫറൽസിന് ഡയറക്റ്റ് സ്പോട്ട് ഇൻകം അവർക്കാണ് ലഭിക്കുന്നത്. പക്ഷേ അവർക്ക് കിട്ടുന്ന ഡെയിലി കിട്ടുന്ന വരുമാനത്തിൻ്റെ 10% നമുക്ക് ROE ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഇങ്ങനെ നമ്മൾ L3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് ലെവലാണ്. അതിൽ നിന്ന് 5%, പിന്നെ L4 to L5 നമുക്ക് 3%, ഇങ്ങനെ തുടങ്ങി നമുക്ക് 40 ലെവൽ വരെ നമുക്ക് കമ്പനി വരുമാനം തരുന്നു. ഒരു പക്ഷേ നമ്മുടെ L1, L2, L3 ലെവലിലൊക്കെ കുറച്ച് പേരെയൊക്കെ നമുക്ക് പരിചയമുണ്ടോ, പക്ഷേ പിന്നീട് അങ്ങോട്ട് ടീം ഡെവലപ്പ് ആകുമ്പോൾ നമുക്ക് ഒരു പരിചയമില്ലാത്ത പല ആളുകളും വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഇൻകം നമ്മളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇത് കൂടാതെ കമ്പനി കുറച്ച് അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് കൂടി നമുക്ക് തരുന്നുണ്ട്. ബൈനറി മാച്ചിങ്ങിനനുസരിച്ചാണ് ഇവിടെ നമുക്ക് അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് കമ്പനി തരുന്നത്. അപ്പോൾ അവിടെ ആദ്യത്തെ റാങ്ക് റൂബി എന്ന് പറഞ്ഞ റാങ്കാണ്. ആ റാങ്കിൽ എത്തണമെങ്കിൽ നമുക്ക് ടോട്ടൽ 1000 USDT നമ്മുടെ ലെഫ്റ്റിലും 1000 USDT നമ്മുടെ റൈറ്റിലും വരുന്ന സമയത്ത്, അതായത് 1 ലക്ഷം രൂപയുടെ ബിസിനസ്, നിയർലി ഞാൻ ഇന്ത്യൻ റുപ്പിയിൽ പറയാണ്, 1 ലക്ഷം രൂപയുടെ ബിസിനസ് ലെഫ്റ്റിലും 1 ലക്ഷം രൂപയുടെ ബിസിനസ് റൈറ്റിലും വരുമ്പോൾ നമുക്ക് കമ്പനി ഫസ്റ്റ് റാങ്കിൽ നമുക്കൊരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്താണെന്നും ഇതിനെക്കുറിച്ചൊരു പെർഫെക്റ്റ് ആയിട്ടൊരു ട്രെയിനിങ് നമുക്ക് കമ്പനി അറേഞ്ച് ചെയ്യുന്നു. അതിൻ്റെ നെക്സ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് സിൽവർ റാങ്കാണ്. സിൽവർ റാങ്കിൽ എത്തുമ്പോൾ 5000 USDT മാച്ച് ചെയ്യുന്നു. ലെഫ്റ്റിലും 5000 USDT, റൈറ്റിലും 5000 USDT വരുന്ന സമയത്ത് നമുക്കൊരു വൺ ടൈം ഇൻകം ആയിട്ടൊരു $100 കമ്പനി നമുക്ക് തരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഈ വോളിയം നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്ക് കൊണ്ടുവരാനല്ല, നമ്മുടെ ലെഫ്റ്റിൽ ടോട്ടൽ ടീമിൽ നിന്ന് വരുന്ന ബിസിനസ്സാണ്. ഇങ്ങനെ പേൾ എന്ന് പറഞ്ഞ റാങ്കിൽ എത്തണമെങ്കിൽ നമുക്ക് 10000 USDT മാച്ച് ചെയ്യണം. അവിടെ നമുക്ക് വൺ ടൈം ഇൻകം ആയിട്ട് $200 നമുക്ക് വരുമാനം തരുന്നു. സഫയർ എന്ന് പറഞ്ഞ റാങ്കിൽ 25000 USDT മാച്ച് ചെയ്യുമ്പോൾ $300, പ്ലാറ്റിനം എന്ന് പറഞ്ഞാൽ 50000 USDT മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് $400. ഇതെല്ലാം വൺ ടൈം ഇൻകം ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ ഗോൾഡ് എന്ന് പറഞ്ഞ റാങ്കിൽ എത്തുമ്പോൾ നമുക്കൊരു മന്ത്ലി സാലറി കൂടി നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് $1 ലക്ഷം മാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാസം ഒരു $500 നമുക്ക് മന്ത്ലി സാലറി പോലെ നമുക്ക് കമ്പനി ഒരു പേയ്മെന്റ് നമുക്ക് തരുന്നു. അതുപോലെ തന്നെ ഡയമണ്ട് എന്ന് പറഞ്ഞ ക്ലബ്ബ് $2 ലക്ഷം മാച്ച് ചെയ്യുന്ന സമയത്ത് ഒരു $1000 മന്ത്ലി സാലറി എന്നുള്ള രൂപത്തിൽ കമ്പനി നമുക്ക് തരുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞത് ഡബിൾ ഡയമണ്ട് ആണ്. അവിടെ $5 ലക്ഷം മാച്ച് ചെയ്യുന്ന സമയത്ത് കമ്പനി ഒരു ഇനിഷ്യൽ കാർ ഫണ്ട് എന്നുള്ള രൂപത്തിൽ ഒരു ഫണ്ട് നമ്മൾക്ക് തരുന്നു. ഡോൺ പിൻ എന്ന് പറഞ്ഞ റാങ്ക് കമ്പനിയുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള റാങ്കാണ്. കമ്പനിയുടെ ടേൺ ഓവറിന്റെ 1% ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റാങ്ക് കൂടിയാണ്. അവിടെ $10 ലക്ഷം മാച്ച് ചെയ്യുന്ന സമയത്ത് BMW 5 സീരീസ് വണ്ടിയും അതോടൊപ്പം തന്നെ 1% ഓഫ് ഗ്ലോബൽ ടേൺ ഓവറും നമുക്ക് ലഭിക്കുന്നു. കമാൻഡർ പിൻ എന്ന് പറഞ്ഞ റാങ്കിൽ $50 ലക്ഷം മാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് BMW 7 സീരീസ് വണ്ടിയും അതോടൊപ്പം തന്നെ ഗ്ലോബൽ ടേൺ ഓവറിന്റെ 1% ഡിവൈഡ് ചെയ്ത് കിട്ടുന്നു. കിങ് ആൻഡ് ക്വീൻ പിൻ റാങ്കിൽ 1 CR മാച്ച് ചെയ്യുന്ന സമയത്ത്, $1 CR മാച്ച് ചെയ്യുന്ന സമയത്ത് മെഴ്സിഡസ് ബെൻസിന്റെ G-Wagon എന്ന് പറഞ്ഞ വണ്ടിയും 1% ഓഫ് ഗ്ലോബൽ ടേൺ ഓവറും ലഭിക്കുന്നു. ദെൻ എംപവർ പിൻ എന്ന റാങ്കിൽ $10 CR മാച്ച് ചെയ്യുമ്പോൾ ഒരു ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഫ്ലാറ്റ് ബുർജ് ഖലീഫയിൽ നമുക്ക് ലഭിക്കുന്നു. വൺ ടൈം ബോണസ് ആയിട്ടാണ് നമുക്ക് റൂബിയിലും അതോടൊപ്പം തന്നെ സിൽവർ, പേള്, സഫയർ, പ്ലാറ്റിനം റാങ്കുകളിൽ നമുക്ക് സാലറി വരുന്നത് ഗോൾഡ് ആൻഡ് ഡയമണ്ട് റാങ്കുകളിലാണ്. അതുപോലെ തന്നെ നമുക്ക് വരുന്ന ലൈറ്റ് റാങ്ക് റിവാർഡ്സ് BMW 5 സീരീസ്, 7 സീരീസ്, മെഴ്സിഡസ് ബെൻസ് G-Wagon, അതുപോലെ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഫ്ലാറ്റ്, അതോടൊപ്പം തന്നെ 1% ഓഫ് ഗ്ലോബൽ ടേൺ ഓവറും നമുക്ക് ലഭിക്കുന്നു. ഈ ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, നമുക്കറിയാം ഏതൊരു ക്രിപ്റ്റോ പ്രോജക്റ്റിന് ഒരു വൈറ്റ് പേപ്പർ ഉണ്ടാവും, ഒരു റോഡ് മാപ്പ് ഉണ്ടാവും. പല കമ്പനികൾക്ക് അത് പേപ്പറുകളിൽ മാത്രമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് എന്താണോ കൃത്യമായിട്ട് റോഡ് മാപ്പ് പറഞ്ഞിട്ടുള്ള ആ റോഡ് മാപ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്ത് അതാത് ടൈം ബൗണ്ടഡ് ആയിട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിയാണ് ടസ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ പ്രസൻസ് കാണിക്കുന്നുണ്ട്.
നമുക്ക് ടെലിഗ്രാം ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ട്വിറ്റർ ആണെങ്കിലും ഒക്കെ നിങ്ങൾ കയറി നോക്കാം. എക്സാൻഡലിലൊക്കെ നിങ്ങൾ കയറി നോക്കാം. കൃത്യമായിട്ട് അവിടെ ഡിസ്കഷൻസും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രോജക്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഷെയർ ചെയ്യുന്നു. ഡേ ടു ഡേ എല്ലാ കാര്യങ്ങളും അപ്ഡേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. വിദേശത്തുള്ള ഒരുപാട് ആളുകൾ ടെലിഗ്രാമിലെല്ലാം ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിലൂടെയും മറ്റ് ഗെയിംസിലൂടെയും നമ്മളെല്ലാ പ്രോജക്റ്റിലൂടെയും ഇതിൻ്റെ പ്രൊമോഷൻസ് നടക്കുന്നു. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുക, ഏതൊരു റിയൽ ക്രിപ്റ്റോ കറൻസി എങ്ങനെയാണോ ഡെവലപ്പ് ചെയ്യുക അതേ ട്രാക്കിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ് പ്രോജക്റ്റ് ടെസ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വലിയ രൂപത്തിൽ ഈ ഒരു ക്രിപ്റ്റോ മേഖലയിൽ ഒരു അവസരം നോക്കി നിൽക്കുന്ന ഒരാളാണ്, അതല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആയി തീരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കുക, കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റാണ് പ്രോജക്റ്റ് ടെസ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഓൾ.